സിറിയയുടെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ സ്ഫോടനമാണ് ഇന്നലെ തീരദേശ പ്രവിശ്യയായ ടാർട്ടൂസിലുണ്ടായത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ടാർട്ടൂസിലെ സിറിയൻ സൈനിക കേന്ദ്രങ്ങളെല്ലാം തച്ചുടച്ചു. അവിടെ റഷ്യയ്ക്ക് 2 സൈനിക കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആപത്ത് തിരിച്ചറിഞ്ഞ് അപ്പോൾ തന്നെ സൈനികരെ പൂർണ്ണമായും റഷ്യ പിൻവലിച്ചിരുന്നു. എന്നാൽ ആയുധ ശേഖരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വലിയ തോതിൽ അടിസ്ഥാന മിലിറ്ററി സൗകര്യങ്ങൾ അവയെല്ലാം തച്ചുടയ്ക്കാൻ ഇന്നലെ ഇസ്രായേൽ തെരഞ്ഞെടുത്തത് സിറിയയിൽ ഇതിനു മുൻപ് ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ ബോംബാക്രമണമാണ്. ഇന്നലെ സിറിയൻ ടാർട്ടൂൺ പ്രവിശ്യയുടെ ഭാഗത്ത് ആകാശത്ത് ഉഗ്ര സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അണുബോംബ് ഇടുന്നത് പോലെ അതിഭയാനകമായ ശബ്ദമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. വലിയ തോതിൽ അഗ്നി പടരുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തേക്ക് വന്നു. മാത്രമല്ല ഈ ബോംബ് സ്ഫോടനങ്ങളിൽ ഭൂമി പിളർന്ന സാഹചര്യം ഉണ്ടായെന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വലിയ ഭൂകമ്പത്തിന്റെ പ്രതിധ്വനിയായിരുന്നു ഉണ്ടായത്. പലപ്പോഴും ഭൂകമ്പങ്ങൾ ഭൂമിയിൽ നിന്ന് പ്രകമ്പനമായി വരുന്നത് കൊണ്ട് തന്നെ റിച്ചർ സ്കെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് അടയാളപ്പെടുത്താനാണ്. ആകാശത്ത് വരുന്ന സ്ഫോടനങ്ങൾ റിച്ചർ സ്കെയിലിൽ രേഖപ്പെടുത്തില്ല. എന്നാൽ അതിന്റെ ആഘാതത്തിൽ ഭൂമി പിളർന്നത് കൊണ്ടാവാം റിച്ചർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തി എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതെ, കഴിഞ്ഞ ഒരു വ്യാഴവട്ടത്തിനിടയിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും ശക്തമായ വ്യോമാക്രമണമായി യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നു. സിറിയയിലെ ഭൂമി പിളർത്തിയും ആകാശത്തെ പ്രകമ്പനം കൊള്ളിച്ചും ഇസ്രായേൽ മുന്നേറുന്നത് ഒരു ബോംബ് പോലും ഒരു ആയുധം പോലും ശത്രുവിന്റെ കൈകളിൽ എത്തരുതേ എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ്. ഇസ്രായേലിന് ഇക്കാര്യത്തിൽ സമ്മതിച്ചേ മതിയാവൂ. സ്വന്തം ജനതയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ആരോടും ചോദിക്കാതെ, ആരുടെയും അനുമതിക്ക് കാത്തു നിൽക്കാതെ, എല്ലാവരുടെയും എതിർപ്പിനെ തൃണവൽക്കരിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ ആ രാജ്യത്തിന്റെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ സല്യൂട്ട് അടിക്കാതിരിക്കാൻ ആർക്ക് കഴിയും?